എല്ലാവർക്കും നമസ്കാരം. 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് 6 ആക്ടിവിറ്റികളാണ് തന്നിരിക്കുന്നത്. ഒരു ആക്ടിവിറ്റിക്ക് 5 മാർക്ക് വീതമാണ്. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1. ഐ തോട്ട് സിറ്റി ലൈഫ് എലോങ് ഹാസ് ഫൺ. ദാറ്റ് തോട്ട് ചേഞ്ച്ഡ് ആഫ്റ്റർ ദിസ് ട്രിപ്പ്. വിക്കി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റിലെയാണ്. പീലീസ് വില്ലേജ് എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിലെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിക്കിയുടെ ഒരു സംഭാഷണമാണ്. ഞാൻ കരുതി സിറ്റി ലൈഫാണ് ഏറ്റവും നല്ലത്, പക്ഷേ ഈ ട്രിപ്പിന് ശേഷം എൻ്റെ ആ ചിന്ത മാറി എന്നാണ് വിക്കി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ സൈറ്റ്സ് ഇൻ പീലീസ് വില്ലേജ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് യു. അതായത് പീലിയുടെ വില്ലേജിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ആൻസറായിട്ട് എന്തൊക്കെ എഴുതാം? അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, വീക്ക്ലി മാർക്കറ്റ്സ്, പോൺസ് ഫോർ സ്വിമ്മിങ്, ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ, വില്ലേജ് ഫെസ്റ്റിവൽസ്. അപ്പം ഞാൻ കുറച്ച് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് 3 മാർക്കാണ് വന്നിരിക്കുന്നത്. അപ്പം 3 എണ്ണം എഴുതാം. അപ്പം ഇത് വല്ലാതെ ഉള്ള കാര്യങ്ങളുമുണ്ട് പീലീസ് വില്ലേജിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് ആൻസർ എഴുതാവുന്നതാണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ ദ ഫുഡ് സ്റ്റൈൽ ഇൻ പീലീസ് വില്ലേജ് വിത്ത് ദ ഫുഡ് സ്റ്റൈൽ ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിലെ ഫുഡ് സ്റ്റൈലും പീലിയുടെ ഏരിയയിലെ ഫുഡ് സ്റ്റൈലും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു ടേബിൾ പോലെ എഴുതാം. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ഫുഡ് സ്റ്റൈൽ ഓഫ് പീലീസ് വില്ലേജ്, അടുത്ത കോളത്തിലെ ഫുഡ് സ്റ്റൈൽ ഓഫ് അവർ വില്ലേജ്. അപ്പോൾ പീലിയുടെ വില്ലേജിലെ ഫുഡ് സ്റ്റൈൽ നമുക്ക് ആദ്യം നോക്കാം. റൈസ് ദേ ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോൺ ഇൻ ദെയർ ഓൺ ഫീൽഡ്സ്. അതായത് അവരുടെ കണ്ടത്തിൽ തന്നെ, അവരുടെ കൃഷിസ്ഥലത്ത് തന്നെ വിളയിക്കുന്ന നെല്ലിൽ നിന്നാണ് അവർക്കുള്ള അരി കിട്ടുന്നത്. നമ്മുടെ ആണെങ്കിൽ എങ്ങനെയാണ്? റൈസ് വി ഈറ്റ് ഈസ് ബോട്ട് ഫ്രം ഗ്രോസറി ഷോപ്പ്. നമ്മൾ ഗ്രോസറി ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന അരിയാണ് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ദേ കോട്ട് ഫിഷ് ഫ്രം ദ റിവേഴ്സ്. അവർ ഫിഷിനെ റിവറിൽ നിന്നും മീൻ പിടിച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മളെങ്ങനെ ചെയ്യും? വി ബോട്ട് ഫിഷ് ഫ്രം മെർച്ചൻസ്. നമ്മൾ കച്ചവടക്കാരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? മീൻ വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 1ൻ്റെ ആൻസർ. അതിന് 5 മാർക്കാണ് ഉള്ളത്. അടുത്തായി ആക്ടിവിറ്റി 2 നോക്കാം. അതിന് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. അതിൽ എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം ഓറിട്ട് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ 2A നോക്കാം. യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. അതായത് മനുഷ്യൻ്റെ ആഹാരത്തിൻ്റെ പാറ്റേണിൽ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് കുക്കിങ്ങിന് വേണ്ടി ഫയർ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വെയർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ഇൻ ഏർലി ഹ്യൂമൻസ് ഫുഡ് പാറ്റേൺ വിത്ത് ദ യൂസ് ഓഫ് ഫയർ. അതായത് ഏർലി ഹ്യൂമൻ്റെ ഫുഡ് പാറ്റേണിൽ തീ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 29 29ലാണ്. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ആഫ്റ്റർ ലേണിംഗ് ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ ദേ ബിഗാൻ ടു കുക്ക് മീറ്റ് ആൻഡ് ഫിഷ്. ഗ്രാജുവലി ദേ ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വെയർ ദ പോസിബിൾ കണ്ടീഷൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് അതർ വേ ടു ഒബ്റ്റെയിൻ ഫുഡ്. മറ്റു വഴികളിൽ കൂടി ആഹാരം കണ്ടെത്തേണ്ടി വന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഏർലി ഹ്യൂമൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അവർക്ക് മറ്റു വഴികളിൽ കൂടി ആഹാരം കണ്ടെത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതും നമ്മുടെ പേജ് നമ്പർ 29 തന്നെയുണ്ട്. അതിൻ്റെ ആൻസർ അവിടെ തന്നെയുണ്ട്. 3 പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്. സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, റൈസ് ഇൻ പോപ്പുലേഷൻ, എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അതിന് 3ഉം 2ഉം 5 മാർക്കാണുള്ളത്. ഇനി നമുക്കതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഓറിട്ട് തന്നിട്ടുണ്ട്. ഹ്യൂമൻസ് ബിഗാൻ ഫാമിംഗ് വെൻ ദേ റിയലൈസ്ഡ് ദാറ്റ് സീഡ്സ് കുഡ് ജെർമിനേറ്റ് ഇൻ ദ സോയിൽ. വിത്തുകൾ മണ്ണിൽ മുളയ്ക്കും എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായപ്പോൾ, മനുഷ്യനുണ്ടായപ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഫാമിംഗ് ചെയ്യാൻ തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ദ ഏർലി ഹ്യൂമൻസ് ഹു വാണ്ടഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ബിഗാൻ ടു സെറ്റിൽ നിയർ ദ റിവർ വാലീസ്. അതായത് അലഞ്ഞു തിരിഞ്ഞു നടന്ന മനുഷ്യർ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചപ്പോൾ അവർ കൃഷി ചെയ്യാൻ എടുത്ത സ്ഥലം എന്ന് പറയുന്നത് റിവർ വാലീസാണ്, നദീതടങ്ങളാണ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഉള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 30ലാണ്. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ് വേർ ദ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽസ് വെയർ അവൈലബിൾ. അതായത് ആവശ്യത്തിനുള്ള വെള്ളവും വളക്കൂറുള്ള മണ്ണും ലഭിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അവരത് തിരഞ്ഞെടുത്തത്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ ദ അഗ്രികൾച്ചർ സൈറ്റ്സ്. അതായത് അഗ്രികൾച്ചർ സൈറ്റിൽ അവർ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതും പേജ് നമ്പർ 30 തന്നെ ഉണ്ട്. അതിൻ്റെ 4 പോയിൻ്റാണ് അവിടെ തന്നിരിക്കുന്നത്. ദേ കുഡ് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചറൽ സൈറ്റ്സ്. There was no need to wander around in search of food. Availability of food items increased. Got more time to rest. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 2വിൻ്റെ ആൻസർ. അടുത്തതായി ആക്ടിവിറ്റി 3 ആണ്. ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് ഇൻകം ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം. ഇത് നമ്മുടെ പുസ്തകത്തിലെ 3rd യൂണിറ്റിലെയാണ്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഐഡൻറ്റിഫൈയിങ് ദ ഇൻകം റിസീവ്ഡ് ഫ്രം വേരിയസ് സോഴ്സസ്. അതായത് പല സോഴ്സുകളിൽ കൂടി ലഭിക്കുന്ന ഇൻകം ഏതെല്ലാം രീതിയിലാണ് ലഭിക്കുന്നതെന്ന് നമ്മൾ ടേബിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ബ്രാക്കറ്റ് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ഷെയർ, റെൻറ്റ്, വേജസ്, ക്രോപ്പ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം. താഴത്തെ ടേബിൾ നോക്കാം. അവിടെ 2ആയിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തേത് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതിൻ്റെ നേരെ ഇൻകം ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ബിൽഡിങ്ങിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് റെൻ്റ് ആണ്. അടുത്തത് ടൈലറിങ്, അത് വേജസ് ആണ്. ബാങ്ക് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ആണ്. അഗ്രികൾച്ചർ ക്രോപ്പാണ്. സ്റ്റോക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് ഷെയർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അത് ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, അഗ്രികൾച്ചറിൻ്റെ ക്രോപ്പ് എന്നുള്ളത്, വിള എന്നുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ എഴുതണം. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ എംപ്ലോയ്മെൻറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ പുസ്തകത്തിലുണ്ട്. പേജ് നമ്പർ 43 പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. അതായത് വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരാൾ ചെയ്യുന്ന, ഫിസിക്കലായിട്ടും ഇൻ്റലക്ച്വലായിട്ടോ ചെയ്യുന്ന ജോലിയെയാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 3 ഉള്ളത്. അടുത്തതായി ആക്ടിവിറ്റി 4 ആണ്. ദ ക്ലോത്തിങ് വി യൂസ് ഹാവ് എ ലോങ് ഹിസ്റ്ററി. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് ഒരു വലിയ ചരിത്രമുണ്ട്. അത് യൂണിറ്റ് 4 ക്ലോത്തിങ് ത്രൂ ദ ഏജസ് എന്നുള്ള പാഠഭാഗത്തിലെയാണ്. അപ്പോൾ അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ ദ ക്ലോത്തിങ് സ്റ്റൈൽ ഓഫ് ഏർലി ഹ്യൂമൻസ്. അതായത് മനുഷ്യൻ്റെ വസ്ത്ര രീതികളെ പറ്റിയിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോട്ടായിട്ട് വേണ്ട, അതിൻ്റെ പോയിൻ്റായിട്ട് ഞാൻ പറയാം. മനുഷ്യരുടെ വസ്ത്ര രീതികൾ എന്ന് പറയുന്നത് അത് പേജ് നമ്പർ 51 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ഒന്നാമത്തേത് അവിടെ തന്നിട്ടുണ്ട് ബാർക്ക് ഓഫ് ട്രീസ്, അതായത് മരവുരി. രണ്ടാമത്തെ ഹൈഡ്, അതായത് ആനിമൽ സ്കിന്ന്. 3 ഗ്രാസ് ഓർ ലീവ്സ്, അതായത് ഇലകൾ അല്ലെങ്കിൽ പുല്ലുകൾ. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾ മനുഷ്യൻ അവരുടെ വസ്ത്രത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത്. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂസ് ഓഫ് മിഷനറി ബ്രോട്ട് അബൌട്ട് ദ മേജർ ചേഞ്ചസ് ഇൻ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഇറ്റ്. അതായത് മിഷനറികളൊക്കെ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ ഹ്യൂമൻ ലേബർ, അതായത് മനുഷ്യൻ്റെ ജോലി കൂടി. ഇല്ല, മിഷൻ ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ്റെ ജോലികൾ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. രണ്ടാമത്തത് പ്രൊഡ്യൂസ് എ വെറൈറ്റി ഓഫ് ക്ലോത്ത്സ്, അതായത് പല തരത്തിലുള്ള വസ്ത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അത് ശരിയാണ്. മൂന്നാമത്തത് ആർട്ടിഫിഷ്യൽ ഡൈസ് ബിഗാൻ ടു ബി യൂസ്ഡ് ടു കളർ ക്ലോത്ത്സ്, അതായത് വസ്ത്രങ്ങൾക്ക് കളർ കൊടുക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡൈസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതും ശരിയാണ്. നാലാമത്തേത് ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ ഉൽപ്പാദനം കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ 1ഉം 4ഉം തെറ്റാണ്, 2ഉം 3ഉമാണ് അതിനകത്ത് ശരിയായിട്ടുള്ളത്. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. ഫുഡ് ഈസ് വൺ ഓഫ് ദ ബേസിക് നീഡ്സ് ദാറ്റ് സസ്റ്റെയിൻ ഹ്യൂമൻ ലൈഫ്. അതായത് മനുഷ്യന് നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ആഹാരമാണ്. അപ്പോൾ അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ 2 പ്ലക്കാർഡ്സ് ഫോർ ദ റാലി ഓർഗനൈസ്ഡ് ബൈ യുവർ സ്കൂൾ ആസ് പാർട്ട് ഓഫ് വേൾഡ് ഫുഡ് ഡേ. അതായത് വേൾഡ് ഫുഡ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ നടക്കുന്ന ഒരു റാലിക്ക് വേണ്ടിയിട്ട് 2 പ്ലക്കാർഡുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യൂണിറ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 37 ഒരെണ്ണം തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. അത് ഷെയർ ഫുഡ് വിത്ത് അതേഴ്സ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലക്കാർഡ്, 2 പ്ലക്കാർഡ് അവിടെ തന്നിരിക്കുന്നു. അപ്പോൾ ആ 2 പ്ലക്കാർഡ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് ദ കോസസ് ഓഫ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. അതായത് പോവർട്ടിക്കും സ്റ്റാർവേഷനും കാരണമാകുന്ന, ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ഒക്കെ കാരണം എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പേജ് നമ്പർ 36 വന്നിരിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച്, വാറ്, അൺഎംപ്ലോയ്മെൻറ്റ് എക്സെട്ര. അതായത് കാലാവസ്ഥാ മാറ്റങ്ങൾ, യുദ്ധങ്ങൾ, തൊഴിലില്ലായ്മ, ഇതൊക്കെയാണ് പട്ടിണിക്ക് കാരണമാകുന്നത്. അടുത്തത്
C question, name the project launched by the Government of Kerala for poverty alleviation. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, പോവർട്ടി അലിവേഷന് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കിയിട്ടുള്ള പ്രോജക്റ്റിൻ്റെ പേര്. അത് നമ്മുടെ പേജ് നമ്പർ 37 അതിൻ്റെ പേര് കുടുംബശ്രീ മിഷൻ എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 5-നകത്തുള്ളത്. അടുത്തതായി ആക്ടിവിറ്റി 6 ആണ്. അപ്പോൾ 6th ആക്ടിവിറ്റിക്ക് ഒരു ഓർ ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. എംപ്ലോയ്മെൻറ്റ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ദ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് എ കൺട്രി. അതായത് തൊഴിലാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് എംപ്ലോയ്മെൻറ്റ്സ് ആസ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. താഴെ തന്നിരിക്കുന്നതിനെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് എന്നും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻ്റ് എന്നും രണ്ടായിട്ട് തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്രാക്കറ്റ് തന്നിരിക്കുന്നത് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ, ആനിമൽ ഹസ്ബൻഡറി, പിസിക്കൾച്ചർ, വർക്ക് ഇൻ ദ ഫാക്ടറി. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം. അതിനകത്ത് 2 ടേബിളായിട്ട് നമുക്ക് എഴുതാം. ഒന്നാമത്തെ ടേബിള് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്, അപ്പോൾ അതിനകത്ത് ആനിമൽ ഹസ്ബൻഡറിയും പിസിക്കൾച്ചറും. അടുത്തായി നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആണ്. അത് ട്രാൻസ്പോർട്ടേഷനും വർക്ക് ഇൻ ദ ഫാക്ടറിയാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുപോകുക, അതിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. വർക്ക് ഇൻ ദ ഫാക്ടറി അറിയാം, ഫാക്ടറിയിലെ ജോലി. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റായിട്ട് ബന്ധമില്ലാത്ത താഴെ വന്നിരിക്കുന്നതിൽ 4 എണ്ണത്തിൽ ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഒന്നാമത്തേത്, ഏണിങ് എ ലീവ്ലിഹുഡ് ത്രൂ ദ ഇൻഡിപെൻഡൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റി. സ്വതന്ത്രമായിട്ടുള്ള തൊഴിൽ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതമാർഗം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. അടുത്തത്, ദ എൻ്റർപ്രനർ വിൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ആൻ എംപ്ലോയർ. എംപ്ലോയറുടെ കൺട്രോളിലാണ് ഒരു തൊഴിൽ നൽകുന്ന ആൾ, എൻ്റർപ്രനർ എന്ന് പറയുന്ന ആൾ. പക്ഷേ അത് തെറ്റായിട്ടുള്ളതാണ്. ദ സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദ ഇൻകം വിൽ ബി ദ എൻ്റർപ്രനർ. അതായത് ഇതിൻ്റെ മുഴുവൻ ഇൻകത്തിൻ്റെയും ബെനിഫിഷ്യറി എന്ന് പറയുന്നത് എൻ്റർപ്രനറാണ്. അത് ശരിയായിട്ടുള്ളതാണ്. അടുത്ത 4മത്തേത്, ദ എൻ്റർപ്രനർ ഓൺസ് ദ എൻ്റർപ്രൈസസ് ആൻഡ് ക്യാരി ഔട്ട് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ എംപ്ലോയി. അതായത് എൻ്റർപ്രനർ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുകയും അതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ ഓണർഷിപ്പും എല്ലാം എൻ്റർപ്രനർക്കാണ് എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2മത്തെ ആണ്. ഓക്കെ, അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇൻഡിവിജ്വൽ ഇൻകം ആൻഡ് ഫാമിലി ഇൻകം. ഇൻഡിവിജ്വൽ ഇൻകവും ഫാമിലി ഇൻകവും എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 45 അതിൻ്റെ ആൻസർ നോക്കാം. പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. അതാണ് പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. അടുത്തത്, ദ ഫാമിലി ഇൻകം ഈസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ സർട്ടൻ പീരീഡ്. അപ്പോൾ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. The following are the various schemes implementing by the government to promote self-employment initiatives. Complete the table. അതായത് താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ബെനിഫിഷ്യറീസും സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമും ഉണ്ട്. ബ്രാക്കറ്റ് തന്നിരിക്കുന്ന നോക്കാം. കൈവല്യ, നവജീവൻ, ശരണ്യ. അപ്പോൾ അതിൻ്റെ ടേബിൾ നോക്കാം. ഒന്നാമത്തെ വിമൻ എന്ന് പറയുന്നത് ശരണ്യയാണ്. അതിൻ്റെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത് ബെനിഫിഷ്യറി വിമൻ ആകുമ്പോൾ അതിൻ്റെ സ്കീം ശരണ്യയാണ്. പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കീം എന്ന് പറയുന്നത് കൈവല്യാണ്. അടുത്ത സീനിയർ സിറ്റിസൺ ബെനിഫിഷ്യറി ആയിട്ടുള്ള സ്കീം എന്ന് പറയുന്നത് നവജീവനാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.